മരം വെട്ടുകാരൻ. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു സത്യസന്ധനായ മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ അവൻ നദിക്കരയിലുള്ള ഒരു മരം വെട്ടുകയായിരുന്നു. ആഞ്ഞു വെട്ടുന്നതിനിടയിൽ അവൻ്റെ മഴു തെറിച്ച് നദിയിലേക്ക് വീണു. അവൻ നിരാശനായി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ കരച്ചിൽ കേട്ട് ഒരു വനദേവത പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് കരയുന്നതെന്ന് തിരക്കി. കാര്യമറിയിച്ചപ്പോൾ വനദേവത വെള്ളത്തിനടിയിൽ പോയി ഒരു സ്വർണ്ണ മഴുവുമായി പ്രത്യക്ഷപ്പെട്ടു. അത് മരം വെട്ടുകാരന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ മഴു. സത്യസന്ധനായ മരം വെട്ടുകാരൻ പറഞ്ഞു, അല്ല, ഇതെൻ്റെ മഴുവല്ല. വനദേവത വീണ്ടും നദിക്കടിയിൽ പോയി ഒരു വെള്ളി മഴുവുമായി പ്രത്യക്ഷപ്പെട്ടു. അത് മരം വെട്ടുകാരന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ മഴു. സത്യസന്ധനായ മരം വെട്ടുകാരൻ ഇത്തവണയും തിരസ്കരിച്ചു, അല്ല അല്ല ഇതല്ല എൻ്റെ മഴു. ഇത്തവണ വനദേവത പ്രത്യക്ഷപ്പെട്ടത് മരം വെട്ടുകാരൻ്റെ ശരിക്കുള്ള മഴുവുമായിട്ടാണ്. മരം വെട്ടുകാരൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. മരം വെട്ടുകാരൻ്റെ സത്യസന്ധതയിൽ സന്തുഷ്ടയായ വനദേവത മറ്റ് 2 മഴുവും മരം വെട്ടുകാരന് സമ്മാനിച്ചു.